ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കൊക്കെ കുറേ റിലേറ്റബിൾ ആയിരിക്കും. നമ്മുടെ ലൈഫിലൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ് ഇൻകൺസിസ്റ്റൻസി. നമ്മൾ ചില സമയത്ത് സ്റ്റക്കായി പോവും. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളപ്പോൾ, മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകാറുണ്ട് ലൈഫിൽ. പിന്നീട് നമുക്ക് ഒരു തിരിച്ചുവരവ് വേണം എന്നും തോന്നാറുണ്ട്. പക്ഷേ എങ്ങനെ തിരിച്ചു വരും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ എൻ്റെ ലൈഫിലും ഞാനും സ്റ്റക്ക് ആവാറുണ്ട്, സ്റ്റക്കായിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. നിങ്ങളെൻ്റെ പാസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയാൽ തന്നെ അതെല്ലാം ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഞാൻ സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാറില്ല. കാരണം എനിക്ക് ഒരാൾ കണ്ടാലും ശരി, 100 പേര് കണ്ടാലും ശരി, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഞാനത് ചെയ്യാത്ത ഒരു സമയമുണ്ടായിരുന്നു. കാരണം ഞാൻ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു, വളരെ ലോ എനർജിയിലായിരുന്നു, ഭയങ്കര സ്റ്റക്കായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചു പോക്ക് എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് പോലും തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. ഈ 2026 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് എനർജി കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനം അത് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു സൈൻ വേവ് പോലെയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ലോ എനർജിയും കാണും, ഹൈ എനർജിയും കാണും. പക്ഷേ ഈ ലോ എനർജി മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മളെപ്പോഴും ഹൈയിലേക്ക് ഉയരാൻ നോക്കണം. അത് നോക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും എന്നേക്കുമായിട്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു തീരുമാനം 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളതായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് ഒരു ഏർലി മോർണിംഗ് പേഴ്സൺ ആണ്. എനിക്ക് ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്നതിന് ഒരു കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ലോ എനർജിയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടിയിട്ടൊരു സമയമില്ല എന്നുള്ളതായിരുന്നു. മീ ടൈം എന്ന് പറയും. നമുക്കെല്ലാവർക്കും കുറച്ച് മീ ടൈം വേണം. നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതാണ് എന്നെ ഈ ഒരു 5 AM ക്ലബ്ബിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഇതൊരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടു ബി ഓണസ്റ്റ് ഞാൻ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെ ഒരു കംബാക്ക് വേണമായിരുന്നു. എനിക്ക് ഞാനായിട്ട് തന്നെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 5 AM റുട്ടീൻ സെലക്ട് ചെയ്തത്. സോ ഞാൻ 30 ഡേയ്സ് ഒരു 5 AM റുട്ടീൻ ഫോളോ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സർപ്രൈസിംഗ്ലി എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറയാം. ഞാൻ ഒരു എക്സ്ക്യൂസും ഈ ഒരു 30 ദിവസം എടുത്തിട്ടില്ല. എത്ര ലോ എനർജിയിലാണെങ്കിലും എങ്ങനെയെങ്കിലും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും. ഞാൻ അപ്പോൾ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് കടക്കും. ഒരു എക്സ്ക്യൂസും ഞാനവിടെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. എനിക്ക് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ആദ്യത്തെ ഒരു 5, 6 ദിവസം എന്ന് പറയുന്നത് ടു ബി ഓണസ്റ്റ് ഭയങ്കര ഹാർഡായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ചാടി എഴുന്നേറ്റു. ബട്ട് പിന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെയുള്ള ദിവസങ്ങളിൽ ഉറക്കം വരാൻ തുടങ്ങി. എക്സ്ക്യൂസ് തോന്നാൻ തുടങ്ങി. അവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കാനായിട്ട് മടി തോന്നി. കാരണം ഞാൻ അത്രയ്ക്കും ലോ എനർജിയിലായിരുന്നു. അത്രയ്ക്കും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ രാവിലെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് പെട്ടെന്ന് എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് ഞാൻ പോകും. അപ്പം ഞാൻ നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. തലേദിവസം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എഴുന്നേറ്റ ഉടനെ ഒരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഒന്ന് ഫ്ലെക്സിബിളായിട്ട് നമ്മളൊന്ന് ബോഡിയൊക്കെ ബെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്രേറ്റ്ഫുൾ ആവാറുണ്ട്. അന്നത്തെ ദിവസത്തെ ഓർത്ത് ഗ്രേറ്റ്ഫുൾ ആവാറുണ്ട്. ആ സമയത്ത് ഉറക്കം തോന്നിയ ദിവസങ്ങളും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചാടി എഴുന്നേൽക്കും. എന്താണ് ആക്ടിവിറ്റി അതിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ നമ്മുടെ ഈ ഉറക്കം തൂങ്ങൽ പെട്ടെന്ന് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഉച്ചയാകുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഉറക്കം വരാറുണ്ട്. ഉറക്കം തൂങ്ങിയിട്ടുമുണ്ട്. ഓക്കെ. ഞാൻ ചില സമയത്ത് ചോദിക്കും ഇതെന്താ എനിക്കിങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു ഇതിലേക്ക്. കാരണം ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നല്ലോ. എനിക്ക് രാവിലെ നല്ല രീതിയിൽ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. പക്ഷേ എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തീരുമാനിച്ചു. എനിക്ക് രാവിലെ എൻ്റെ ലൈഫിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യവും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല. ഈവൻ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടാസ്ക്കാണ്. അതുപോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ സമാധാനമായത്. എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അതൊരു പോസായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി നല്ല രീതിയിൽ വന്നു എന്നുള്ളതാണ്. അതായത് എന്തോ ഒരു കാര്യം എൻ്റെ ലൈഫിൽ മാറാൻ തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ രാവിലത്തെ 5 മണി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. കാരണം അവിടെ വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഞാൻ എന്നെ മിസ് ചെയ്ത ഏറ്റവും കൂടുതൽ സമയം എന്ന് പറയുന്നത് ഈ മീ ടൈമാണ് എനിക്ക് ഇല്ലാതെ പോയിരുന്നത്.
സോ അതെനിക്ക് തിരിച്ച് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല, നമ്മളെ ആരും വിളിക്കില്ല, വേറൊരു ഡിസ്റ്റർബൻസ് നമുക്കില്ല. നമുക്ക് മാത്രം നമ്മളെ കിട്ടും ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ടൈം എൻജോയ് ചെയ്തിരുന്ന ഒരാൾക്കാരാണ് എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഒരുപാട് ഗുണപ്പെടും. ഓക്കെ. എനിക്ക് എന്തോ ലൈഫിലൊരു പോസ് കിട്ടിയ പോലെ. പ്രത്യേകിച്ച് ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചൊരു കാര്യവും നമ്മൾ ആരോടും കമ്മിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ടൈമായിട്ട് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ ഫൈനലി എന്നെ തന്നെ കണ്ടുമുട്ടിയെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു സ്റ്റക്കായി നിന്ന ഒരു സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടി ഹാപ്പിയാണ്. കുറച്ചുകൂടി എന്നല്ല, ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ എന്നെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു എന്തോ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. സോ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നു. എൻ്റെ ആങ്സൈറ്റി കുറഞ്ഞിട്ടുണ്ട്. അതായത് ചുമ്മാ ഇങ്ങനെ ഞാൻ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഇങ്ങനെ ഒരു ഒരു വെറുതെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറി. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി കിട്ടി. തോട്ട്സൊക്കെ വളരെയധികം ക്ലാരിറ്റി കിട്ടി. എനിക്കെന്താ ചെയ്യണ്ടേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. എൻ്റെ ഓരോ തോട്ട്സും ക്ലിയർ ആവുന്നതനുസരിച്ച്, എൻ്റെ മനസ്സ് കൂടുതൽ ക്ലിയർ ആവുന്നതനുസരിച്ച് എൻ്റെ മാനിഫെസ്റ്റേഷൻസ് കൂടുതൽ ക്ലിയറായി എന്ന് പറയാം. രണ്ടാമതുണ്ടായ ഒരു വലിയ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി ഞാൻ വീണ്ടും ഡിസിപ്ലിൻഡ് ആയി എന്നുള്ളതാണ്. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ആളാണ്. കാരണം എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു ചീറ്റിംഗ് ഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻസ് ആണ് നമ്മുടെ സാഹചര്യം പോലെയൊക്കെ. അല്ലാതെ ഞാൻ ഓരോ ദിവസവും പ്രൊഡക്റ്റീവായി അവസാനിപ്പിക്കുമ്പോൾ, ഉറങ്ങുന്ന സമയത്ത് ആലോചിക്കുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നൊരു സമയമുണ്ട്. അതിൽ നിന്ന് മാറി ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വലിയൊരു അത്ഭുതം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഓരോ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യാനുള്ള എനർജീസും എനിക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് കണ്ടന്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ കൺസിസ്റ്റന്റ് ആവാൻ തുടങ്ങി. ഓക്കെ. എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് എനിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക. എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ എനിക്ക് സ്ക്രോളിംഗ് ടൈം എന്ന് പറഞ്ഞത് അത് വളരെ കുറവാണ്. എന്നാലും അത് പിന്നെയും കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. അപ്പം നമ്മൾ രാവിലത്തെ ഒരു ദിവസം വിൻ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ എൻ്റയർ ഡേ വിൻ ചെയ്ത പോലെയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പകൽ ഉറക്കം തൂങ്ങുക എന്നുള്ള കാര്യം എനിക്കങ്ങ് മാറി. പകൽ ഉറക്കമേ വരുന്നില്ല. പക്ഷേ രാത്രി ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റാറുണ്ട്. ഈവൻ രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങിയാൽ പോലും രാവിലെ ഞാൻ കൃത്യസമയത്ത് തന്നെ ഇപ്പം 4 മണിക്ക് കിടന്നുറങ്ങിയാൽ പോലും 5 മണിക്ക് എഴുന്നേൽക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലായി. അതുപോലെ തന്നെ എനിക്ക് മൂന്നാമത്തെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കംപ്ലീറ്റ്ലി പോയി എന്നുള്ളതാണ്. അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ ആലോചിച്ച് സ്ട്രെസ്ഡ് ആവാറുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത് പിന്നെ എപ്പോൾ ചെയ്യും എന്ന് ആലോചിച്ച് സ്ട്രെസ്ഡ് ആവാറുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി മാറി. അതായത് നമ്മളുടെ ക്ലാരിറ്റി നമുക്ക് ലൈഫിൽ വരുന്നതോടുകൂടി നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മുടെ ലൈഫിൽ കിട്ടും. കോൺഫിഡൻസ്. അതായത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ്. അപ്പോൾ ഈ ഒരു 30 ദിവസം എനിക്ക് ഇങ്ങനെ ഈ പാനിക് ആവുന്നതിന് പകരം, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം, സ്ട്രെസ്ഡ് ആവുന്നതിന് പകരം എനിക്ക് കുറേ കോൺഫിഡൻസ് കിട്ടി. കുറേ സ്ട്രക്ചേർഡ് ആയി എൻ്റെ ലൈഫ് എന്ന് പറയാം. അതായത് കൃത്യമായിട്ടൊരു പ്ലാൻ വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബെറ്റർ അനുഭവങ്ങളും എൻ്റെ ലൈഫിലുണ്ടായി. അടുത്തതെന്ന് പറയുന്നത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചിലപ്പം ഒരു ആളുകളെ ഒരുപാട് സ്നേഹിക്കുന്ന സമയത്ത്, മറ്റുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹേർട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലേ? അപ്പം ഞാനൊരു റീസെൻ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് വളരെ ഹേർട്ടായ ഒരു സംഭവത്തെക്കുറിച്ച്. ആ സമയത്ത് അതൊക്കെയാണ് കുറച്ച് എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്കായി പോയതിൻ്റെ ഒരു റീസൺ എന്ന് കൂടി പറയുന്നത്. ബിക്കോസ് നമ്മൾ ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടോ അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഒരു ലോ പോയിന്റിലേക്ക് പോയേക്കാം. അപ്പോൾ ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത് ഒരു സേഫ് സ്പേസ് എനിക്ക് തന്നു. അതുതന്നെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കൂടുതൽ പറ്റി. അതായത് ഞാൻ മറ്റുള്ളവർ ഇനി എന്നെ മനസ്സിലാക്കണം എന്ന് ആലോചിച്ചിരിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ വേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെയും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ ലോ ഇമോഷണൽ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ. നമ്മളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. സോ അതിനെല്ലാം ഒരു മാറ്റം വന്നു. ഞാൻ എൻ്റെ ദിവസം എനിക്ക് വേണ്ടി തുടങ്ങിയ സമയത്ത് ഞാൻ മറ്റുള്ളവരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന കാര്യം നിർത്തിയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് നിന്നു. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇമോഷണലി സ്ട്രോങ് ആയി എന്നുള്ളതാണ്.
നെക്സ്റ്റ് എനിക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് തന്നെയാണ്. ഈ രാവിലെ 5 മണി എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ മെഡിറ്റേഷൻസ് വളരെയധികം ഡീപ്പറായിട്ട്, എൻ്റെ പ്രാർത്ഥനകൾ വളരെയധികം ഡീപ്പറായിട്ട് എനിക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനും നല്ല രീതിയിൽ ദൈവവുമായിട്ടും യൂണിവേഴ്സുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അഫർമേഷൻസ് ഒക്കെ വളരെയധികം സ്ട്രോങ്ങർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷൻസ് വളരെയധികം ഷാർപ്പ് ആവുന്നുണ്ട്. എനിക്ക് കൂടുതൽ എൻ്റെ ലൈഫുമായിട്ട് അലൈൻഡ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നമ്മളെ സക്സസ്സിലേക്ക് ഫോഴ്സ് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ എന്താണോ ശരിക്കും നമുക്ക് എങ്ങനെയാണോ നമ്മളെ വേണ്ടത് അതിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ വന്ന ഒരു മാറ്റം എനിക്ക് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. മുമ്പ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അപ്പോൾ പോലും കിട്ടാത്ത ഒരു എനർജി എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ഉറക്കം വരും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്, എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഒരു പ്ലാൻ വേണം. രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ഈവൻ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ പോലും ആ റുട്ടീൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. രാവിലെ കുറച്ച് വെള്ളം കുടിക്കുക. അതൊരു വെള്ളം ചൂടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ അപ്പോഴും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് നിന്ന് ഉറക്കം തൂങ്ങാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഗ്രേറ്റ്ഫുൾ ആവുക, മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻ പറയുക, ജേർണലിംഗ് ചെയ്യുക. ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു ദിവസം ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സമയം കിട്ടും. അതുപോലെ നമ്മളുടെ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാനായിട്ടും പറ്റും. സോ ഒന്നും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ല. എല്ലാം വളരെ ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ നമുക്കിങ്ങനെ പോകാം. പറന്ന് പറന്ന് നടക്കാം. ഓക്കെ. വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഈ 30 ദിവസം കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഷോർട്ടൻ ചെയ്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കാമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. മനസ്സ് ഭയങ്കര ശാന്തമായിരുന്നു. ഡിസിപ്ലിൻഡ് ആയി. ഇമോഷണലി ഞാൻ വളരെയധികം സ്ട്രോങ് ആയി. കാര്യങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സമയം വന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കോൺഫിഡൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5 മണി രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഒരു മാജിക് ആണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സോ ഇതൊരു മാജിക്കലി എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ഇമോഷണലി ഡ്രെയിൻഡ് ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മോർണിംഗ് റുട്ടീനിൽ ഇതുപോലൊരു ചേഞ്ച് കൊണ്ടുവരിക. ഈവൻ നിങ്ങൾ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 5 മണിക്ക് ഒന്ന് എഴുന്നേറ്റ് നോക്കുക. ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കാണുക. അവിടെ ഒരു എക്സ്ക്യൂസും നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ മോർണിംഗ് ആണത്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമയമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തരും. സോ നിങ്ങൾക്ക് ഒരു 30 ദിവസം ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഇല്ലാന്ന് വിചാരിക്കുക. നിങ്ങളൊരു 7 ദിവസം കമ്മിറ്റ് ചെയ്യുക. 1 വീക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഡിഫറൻസ് നോട്ട് ചെയ്യുക. അതിന് ശേഷം അടുത്ത 7 ദിവസം കമ്മിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക. സോ സ്ട്രെയിറ്റ് ആയിട്ട് 30 ദിവസം എടുക്കണം എന്നില്ലയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.